നമ്മൾ നടത്തുന്ന പോലെ പഠനോത്സവം അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പോലെ ബിരിയാണി ചലഞ്ച് ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് ശേഷം പ്രളയം എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. എല്ലാം കണ്ട് മറ്റുള്ളവരും പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആയുസ്സിന്റെ പകുതിയിൽ കൂടുതൽ ഈ ക്ലബിനകത്ത് പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും അക്ഷയെ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് രമേശ്. അതോടൊപ്പം എൻ്റെ ഒരു കളിക്കൂട്ടാൻ കൂടെയാണ് രാജേഷ്. നമ്മുടെ ഒരു കവിതാ സ്പോർട്സ് ക്ലബിന്റെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. രാജേഷ്, എങ്ങനെയാണ് ഇപ്പോൾ കവിതയെ പോലെ തന്നെ അതിനുശേഷം ഒരു പിറവിയെടുത്തതായിരിക്കണം ഈ അക്ഷയ? ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. എങ്ങനെയാണ് ഈ ഒരു സ്പോർട്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് പറയാം? ഈ കവിതാ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്ന നമ്മുടെ റിപ്പോർട്ടർ അബ്ദുറഹ്മാൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ കവിതാ ക്ലബ്ബ് കുറെ കാലം നമ്മൾ നല്ല പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ പിന്നെ അതിലുണ്ടായിരുന്ന പ്രവർത്തകർ പല പഠിത്ത വിഷയത്തിൽ നിന്നായാലും ജോലി ഇരുന്നാലും പലവരും ഒരുപാട് ദൂരത്തേക്ക് മാറിപ്പോയതിനാൽ അത് ആ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ, അതായത് 100 മീറ്റർ പോലും അകലെ ഇല്ലാത്ത ഒരു ദൂരത്താണ്